നമ്മളിതുപോലെ കത്രിക അത് മീൻ കട്ട് ചെയ്യുന്നതാണേലും അതേപോലെ തുണി കട്ട് ചെയ്യുന്നതാണേലും ഏത് കത്രികയാണേലും തുരുമ്പിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ തുരുമ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോയുടെയൊക്കെ കവറുണ്ടല്ലോ, സോസിൻ്റെ കവറ് നമ്മളൊക്കെ ലാസ്റ്റ് കളയുമല്ലോ. അപ്പോൾ അതിനകത്തിരിക്കുന്ന ആ ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കുടഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വല്പം മാത്രം മതി. കത്തിയിലും കത്രികയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ തുരുമ്പ് എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ക്ലീൻ ആക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തുരുമ്പിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കോട്ടൺ തുണിയോ അതെല്ലാം നല്ല തുരുമ്പുണ്ടെങ്കിൽ സ്ക്രബ്ബർ വെച്ചോ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ തന്നെ അതിനകത്തുള്ള ആ തുരുമ്പിൻ്റെ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പുതിയ കത്രിക പോലെ കിട്ടും. അതേപോലെ തുണി കട്ട് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബെൻഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ ഏത് ക്രീമാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കാരണം കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ബെൻഡ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര കത്രികയാണേലും കത്തിയാണേലും എല്ലാം തുരുമ്പിൻ്റെയൊക്കെ കറയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ കോട്ടൺ തുണി തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം, ക്രീം തേച്ചിട്ട്. അപ്പോൾ ആ ക്രീം താണ്ട ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് മാറിക്കിട്ടും. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനാണ് കൂടുതലും തുരുമ്പിച്ചിട്ട് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അയവുണ്ട്. ഇനി ഞാൻ തുണി കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കോട്ടൺ തുണി പോലും വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഏത് തുണിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കറുണ്ടല്ലോ, കുക്കറിൻ്റെയൊക്കെ ബാക്ക് ഭാഗം കരിഞ്ഞിട്ട് ആ കറയൊക്കെ പോകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഈ സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ബാക്ക് ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മൾ സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചൊന്ന് തേച്ച് കഴിയുകയാണെങ്കിൽ ആ കറയുണ്ടല്ലോ, ആ കറയെല്ലാം പോയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ഉരച്ച് തേച്ച് കഴിയൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇതേപോലെ ഒന്ന് തേച്ച് അകത്തും തേച്ച് കൊടുക്കുക. അതിന് ശേഷം വെറുതെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ല രീതിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ അതിൻ്റെ ആ ഇരുമ്പിൻ്റെ അംശമെല്ലാം അത് ഉണ്ടാവും, ആ കറയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴുകി കാണിച്ചതാണേ. സൈഡ് ഭാഗത്തെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കറുത്തിരുന്നതാണ്.